ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 21 വാരം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു. സമൃദ്ധിയുടെ അക്ഷയപാത്രങ്ങൾ ആരുടെയും കൈകളിലില്ലാത്തതുകൊണ്ട് തന്നെ തീർന്നു പോയെന്ന് കണ്ടാൽ തിരികെ ഓടുന്നവരാണ് നമ്മളെല്ലാം. ഇത്തരത്തിൽ ചില ഓട്ടപ്രദക്ഷിണങ്ങൾ നടത്തുന്ന ഒരുപാട് മനുഷ്യരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ കണ്ടെത്താറുണ്ട്. അത്തരത്തിലുള്ള വെപ്രാളം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 10 കന്യകമാരുടെ കഥ ഈശോ പറയുകയാണ്. 5 പേരായി തരംതിരിക്കുന്നുണ്ട്. അധികം കരുതി വച്ചവരും കയ്യിലുള്ളത് കൊണ്ട് വട്ടമെത്തിക്കാൻ ശ്രമിക്കുന്നവരും. ചുരുക്കത്തിൽ കണ്ടറിഞ്ഞു ചെയ്യാൻ ബോധം നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടരുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാന വിചിന്തനമായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. അഭിവന്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിൻ്റെ പ്രസംഗത്തിൽ പങ്കുവച്ച ഒരു മൂല്യാധിഷ്ഠിത ചിന്ത ഇപ്രകാരമായിരുന്നു: വൺ തിങ് ദാറ്റ് വർത്ത് ഹോൾ. എല്ലാത്തിനെയും കാൾ പരമപ്രധാനമായ ഒരു കാര്യം ജീവിതത്തിൽ നിലനിർത്താൻ പഠിക്കണമെന്ന്. പിതാവ് തുടർന്നത് ഇപ്രകാരമാണ്: അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി മാക്സിമം അറിവുണ്ടായിരിക്കുക, അത് ജീവിതത്തിൽ നിരന്തരം പാലിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, എഫേർട്ടുകൾ നിലനിർത്തുക. ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ കണ്ടെത്താനായിട്ടും അതിനെ ഓവർകം ചെയ്യാനുമായിട്ടുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുക. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ ചിന്ത അവസാനിപ്പിക്കുന്നത്. എനിക്ക് ഒരു തൃപ്തി മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ചെയ്യുന്നത് എൻ്റെയല്ല, നിൻ്റെ ഇഷ്ടമാണ് എന്ന തൃപ്തി. പ്രിയ സഹോദരങ്ങളെ, എണ്ണ തീർന്നു പോയ കന്യകമാർക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തരത്തിലുള്ള ചില ബോധ്യങ്ങളാണ്. എന്തിനാണ് അവർ ക്ഷണിക്കപ്പെട്ടത് എന്ന അറിവില്ലായ്മ, സൂക്ഷിച്ചു വയ്ക്കേണ്ടത് പരിപാലിക്കേണ്ടതുമായ എണ്ണ മറന്നുപോയത്, പ്രതിസന്ധികളെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. സമയം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു അവരുടെ ജീവിതത്തിൽ. സഹോദരങ്ങളെ, പരിശീലനത്തിൻ്റെ കാലമായാലും അധ്വാനത്തിൻ്റെ കാര്യമായാലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെപ്പറ്റി മാക്സിമം അറിവുള്ളവരാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശീലനത്തിലൂടെ ആയാലും അധ്വാനത്തിലൂടെ ആയാലും നേടിയെടുക്കുന്ന ബോധ്യങ്ങൾ ജീവിതത്തിൽ പരിപാലിക്കാനായിട്ടും നിലനിർത്താനായിട്ടുമുള്ള ശ്രമങ്ങൾ നടത്താം. പ്രതിസന്ധികളെ കണ്ടെത്താൻ ശ്രമിക്കാം, പ്രതിരോധിക്കാൻ ശ്രമിക്കാം, ഓവർകം ചെയ്യാൻ ശ്രമിക്കാം. ഓർക്കാം, there is a ring in suffering. There is a ring in suffering എന്ന വിചിന്തനത്തിൽ വായിച്ച പോലെ സഹനത്തിന് പിന്നീട് സന്തോഷത്തിൻ്റെ ഒരു മഹത്വമുണ്ട്. എത്രയൊക്കെ ഓടിയാലും നമ്മുടെയൊക്കെ ഓട്ടം പൂർത്തിയാകേണ്ട ഒരു ഇടമുണ്ട്, സംതൃപ്തിയുടെ ഒരു ഇടമുണ്ട്. ആ ഇടത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. നമ്മളാരും പടിക്ക് പുറത്താകേണ്ടവരല്ല, കടക്ക് പുറത്ത് എന്ന വാക്കുകളിൽ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. പകരം വിളിച്ചവനോടും വിളിക്കപ്പെട്ടതിനോടും 100% ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാനായിട്ടും പണിയെടുക്കുവാനുമായിട്ടുള്ള ബോധ്യങ്ങളെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കാം, നമുക്കാർക്കും സമൃദ്ധിയുടെ അക്ഷയപാത്രങ്ങളില്ല. തീർന്നുപോയാൽ തിരികെ ഓടാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആ ഓട്ടത്തിനിടയിലും ഇത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.